നമസ്കാരം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃത്യമായിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ BJP ഗവൺമെൻറ്റുമായി ധാരണ പ്രകാരമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന സങ്കല്പം തലയിൽ കെട്ടിവെച്ച് പിണറായി വിജയൻ കൊള്ള ചെയ്ത തട്ടിപ്പ് നടത്തി ഞെട്ടിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, കരിമണൽ കർത്തയുമായിട്ടുള്ള കേസ് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഇതുവരെ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ധാരണ എല്ലാ കാലത്തും താൻ രാജാവായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരും, അപ്പോൾ കോൺഗ്രസ് തീരെ അധികാരത്തിൽ വരില്ല എന്നുള്ള സങ്കല്പമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നരേന്ദ്രമോദിക്കും ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇവിടെ ഘട്ടം ഘട്ടമായി BJPയെ വളർത്താനുള്ള കാര്യങ്ങളും പിണറായി വിജയൻ ചെയ്തു കൊടുക്കുമെന്നൊക്കെ ആയിരുന്നു ചിന്തകെന്നെങ്കിലും പിണറായി വിജയൻ കേരളത്തെ ഭരിച്ച് കുട്ടിച്ചോറാക്കി കൊള്ള ചെയ്ത് കിട്ടാവുന്ന പൈസയെല്ലാം അടിച്ചെടുത്ത് വിദേശത്തെത്തിച്ച് സുരക്ഷിതമാക്കാനുള്ള പദ്ധതിയായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. ഇതിൽ എവിടെയും പിടുത്തം കൊടുക്കാതെയുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തിയതെങ്കിലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന പോലെ ഇതിൽ പിണറായി വിജയൻ്റെ മകൾ കൃത്യമായി തെളിവ് സഹിതം എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 2.78 കോടി രൂപയാണ് നേരിട്ട് CMR എന്ന് വരുത്തിച്ചത്. ഇത് വന്നതോടെ കൃത്യമായ തെളിവ് കിട്ടിയതോടെ കൂടി എൻഫോഴ്സ്മെൻറ്റ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അതോടൊപ്പം എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണവും ആരംഭിച്ചു. 2020 ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൻ്റെ കോപ്പി പുറത്തു കൊണ്ടുവരുന്നത് മലയാള മനോരമയുടെ ജോമി ജോസാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നതിന് ശേഷമുണ്ടായുള്ള കോളിളക്കങ്ങൾ ചെറുതൊന്നുമല്ല. ഉടൻ തന്നെ PC ജോർജിൻ്റെ മകൻ തൻ്റെ പിതാവിനെ പുലർക്കാലത്ത് ഒരു വലിയ സംഘം പോലീസ് വീട് വളയുകയും നിയമവിരുദ്ധമായി തൻ്റെ പിതാവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് നേരിട്ട് കണ്ട ഷോൺ ജോർജ് അന്നേ തീരുമാനിച്ചു പിണറായി വിജയന് കൃത്യമായി 8ൻ്റെ പണി കൊടുക്കാൻ വേണ്ടി. ആ 8ൻ്റെ പണിയാണ് കൃത്യമായി അദ്ദേഹം കൊടുത്തത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അന്വേഷണത്തിൽ കുറ്റപത്രം വീണയെ പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ വീണയടക്കമുള്ള 13 പേരാണുള്ളത്. അതിൽ കൃത്യമായിട്ട് വീണയ്ക്ക് 2.78 കോടി രൂപ അക്കൗണ്ട് വഴി പൈസ കിട്ടി എന്നുള്ളത്. എങ്ങനെ? യാതൊരു സർവീസും ചെയ്യാതെ. ഈ കാര്യത്തിൽ വീണ കൊടുത്ത മൊഴി പ്രകാരം വീണ യാതൊരു പ്രതിഫലവും ചെയ്യാതെ, യാതൊരു സർവീസും ചെയ്യാതെ തങ്ങളുടെ കമ്പനിയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു കമ്പനിയുമായിട്ട് അവർ പൈസ വാങ്ങി എന്നുള്ളതാണ്. അതിൽ കൃത്യമായി കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമുള്ള ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയെന്നുള്ളത് കണ്ടെത്തുകയും അങ്ങനെയാണ് വീണയെ പ്രതിയാക്കിക്കൊണ്ട് 13 പേരെ പ്രതികളിൽ 2 പേർ എക്സാലോജിക് സൊല്യൂഷൻസും ഒന്ന് വീണ വിജയനുമാണ്. അങ്ങനെ പിണറായി വിജയൻ്റെ പുന്നാര മകൾ വീണ വിജയൻ നിയമത്തിൻ്റെ കുരുക്കിൽ വീണു. ഇത്രയും കാലം നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടാതെ പിണറായി വിജയൻ വിദേശത്ത് ഫണ്ട് നേരിട്ട് കനേഡിയൻ കമ്പനികളിൽ നിന്നും അതേപോലെ മറ്റു കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ അവിടെ തന്നെ ശേഖരിക്കുകയെന്ന് പ്രധാനപ്പെട്ട പണി. ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ പിണറായി വിജയൻ സ്വന്തം മകനെ തന്നെ അവിടെ ഏർപ്പാട് ചെയ്തിരുന്നു. പിണറായി വിജയൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ 2 മക്കളാണ്. ആ 2 മക്കളെയും കൊള്ളക്കാരാക്കി തട്ടിപ്പുകാരാക്കി പിണറായി വിജയൻ മാറ്റിയതാണ് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ്. ആ മക്കൾ ഇനി മേലിൽ പിണറായി വിജയനെ പിന്നീട് വിളിച്ചു പറയും, നിങ്ങളല്ലേ ഞങ്ങളെ കള്ളനാക്കിയത്, ഞങ്ങൾക്ക് ശരിയായ വിധത്തിൽ പണം താക്കി തന്നിരുന്നെങ്കിൽ അന്തസ്സായി ജീവിക്കാമായിരുന്നില്ലേ, ഇപ്പം എന്നെ കൊള്ളക്കാരിയാക്കി തട്ടിപ്പുകാരിയാക്കി, അതേപോലെ മകനായ വിവേക് തായ്ക്കണ്ടിയെ പണം കട്ട മുതൽ സൂക്ഷിക്കാനുള്ള ആളെയാക്കി, അങ്ങനെ ഞങ്ങളെ 2 പേരെയും കള്ളനാക്കിയില്ലേ അച്ഛാ എന്ന് പിണറായി വിജയനോട് കൃത്യമായി 2 മക്കളും ഒരു കാലത്ത് ചോദിക്കും. എന്തായാലും പിണറായി വിജയൻ്റെ ജീവിതകാലം ഇനി കട്ടപ്പുകയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. നമുക്കറിയേണ്ട ഒരു കാര്യം, 10 വർഷം BJP എന്തിനാണ് ഈ പിണറായി വിജയനെയും ചുമന്നുകൊണ്ട് നടന്നത്? 10 വർഷം നടന്നപ്പോൾ അവർ വിചാരിച്ചത് ഇനി കേരളത്തിൽ കോൺഗ്രസേ അധികാരത്തിൽ വരില്ല, BJP അധികാരത്തിൽ വരും, അതിന് പിണറായി വിജയനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നതാണ്. എന്നാൽ ഇത്തവണ VD സതീശൻ്റെ നേതൃത്വത്തിൽ 102 പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള നേട്ടം UDF കൊയ്തെടുത്തപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മനസ്സിലായി ഇനി പിണറായി വിജയനെ വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല, വിഴുപ്പ് ഭാണ്ഡത്തെ ചുമന്നാൽ നമ്മളും കൂടെ ചുമക്കേണ്ടി വരും, മണക്കേണ്ടി വരും ആ വിഴുപ്പ് ഭാണ്ഡത്തിൻ്റെ ദുർഗന്ധം. അത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്ത രീതിയും എല്ലാം കൃത്യമായ ഓപ്പറേഷനാണ്.
വി.ഡി. സതീശൻ ഡൽഹിയിൽ നരേന്ദ്രമോദിയെ കണ്ട തൊട്ടടുത്ത ദിവസം ഇത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നത്, അതിൻ്റെ ഒരു ആരോപണം വി.ഡി. സതീശനും വരട്ടെ എന്ന് ആര് വിചാരിച്ചിട്ടുണ്ടാവും? നരേന്ദ്രമോദി അമിത്ഷായും വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന റെയ്ഡിൽ CPM നടത്തിയ ഗുരുതരമായ ആക്രമണം, അതായത് നമ്മൾ കേട്ടിരുന്നത് പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണെന്നാണ്. അപ്പോൾ ഇരട്ടച്ചങ്കൻ ഒറ്റയ്ക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടെന്നാണ് ഇത്രയും കാലം പറഞ്ഞു വരുത്തിയിരുന്നത്. എന്നാൽ ഇരട്ടച്ചങ്കൻ ഒരു ചങ്കനുമല്ല, ഒരു മുച്ചങ്കനുമല്ല, ഒരു ശക്തിയില്ലാത്ത ഒന്നുമില്ലാത്തൊരു ദുർബോധം മാത്രമാണെന്ന് ഇന്നലെ തെളിയിച്ചു. ഇന്നലെ കുറേ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറേ ഗുണ്ടകളെ CPM-ൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ പ്രവർത്തകരല്ല. ഇവരെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കുകയും കേന്ദ്ര സേനയുമായി ഏറ്റുമുട്ടുകയും അവർ യന്ത്രത്തോക്കെടുത്ത് ഇവരെ വെടിവെക്കുകയും അങ്ങനെ 5-10 പേര് മരിക്കുകയും ചെയ്യുക എന്നുള്ള ടാർഗറ്റ് ഗൂഢാലോചനയാണ് ഇന്നലെ CPM ഉണ്ടാക്കിയത്. ആ CPM-ന്റെ ഗൂഢാലോചനയ്ക്ക് ചില പോലീസ് ഓഫീസർമാർ ഒത്താശ കൊടുത്തു എന്നുള്ളതാണ് കാര്യം. കൃത്യമായി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിരുന്നു. അദ്ദേഹം ശക്തമായ രൂപത്തിൽ CPM ഒരു 10 രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള പരിപാടി നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അദ്ദേഹം വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിലും പോലീസ് നേരത്തെയുള്ള സംവിധാനം, പിണറായി വിജയന്റെ സംവിധാനത്തിൽ നടക്കുന്ന പോലീസാണ്. അതിൻ്റെ ചട്ടങ്ങൾ, ആളുകളെ മാറ്റിയിട്ടില്ല, കൃത്യമായി പുതിയ സംവിധാനം വന്നിട്ടില്ല. അപ്പം പിണറായി വിജയന്റെ പോലീസും CPM-ഉം പറഞ്ഞാൽ കേൾക്കുന്ന പോലീസായിരുന്നു ഇന്നലെ. അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് പുറത്തെത്തിയപ്പോൾ എൻഫോഴ്സ്മെന്റ് വണ്ടികളെ ഈ പോലീസുകാർ വിട്ടുകൊടുക്കുകയായിരുന്നു CPM-ന്. അങ്ങനെ CPM-ന് വിട്ടുകൊടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ആക്രമണം നടന്നതല്ല. പോലീസ് എന്നോട് പറഞ്ഞത് യാതൊരു തരത്തിലും ഈ ആക്രമികൾ വെടിവെക്കാവുന്ന ഒരു സാഹചര്യം കേരള പോലീസിന്റെ തലയിലേക്ക് വരരുത് എന്നുള്ളതായിരുന്നു. അത് കൃത്യമായി അവർ പാലിച്ചു. പക്ഷേ അവർ എൻഫോഴ്സ്മെന്റുകാർ പോയ 3 വണ്ടികൾ സംരക്ഷിക്കേണ്ട ബാധ്യത അവർ ചെയ്തില്ല ഈ അക്രമികാരികളിൽ നിന്ന്. അപ്പോൾ തന്നെ അവരെ കൃത്യമായി മാറ്റി നിർത്തി അവിടെ നിന്ന് കൊണ്ടുപോകാൻ പോലീസിന് കഴിയാത്തതിന് കാരണം പോലീസിലെ ചില പുഴുക്കുത്തുകളായ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇതിന്റെ കുറ്റം രമേശ് ചെന്നിത്തലയ്ക്കും വരട്ടെ എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു 10 രക്തസാക്ഷികളെ കിട്ടണമെന്നുള്ളതായിരുന്നു ഇന്നലെ CPM തീരുമാനിച്ച നിഗൂഢമായ ഗൂഢാലോചന. ആ ഗൂഢാലോചന രമേശ് ചെന്നിത്തലയെ പൊളിക്കാൻ പറ്റി. തിരിച്ച് എൻഫോഴ്സ്മെന്റിനെ ആക്രമിച്ചതോടുകൂടി ഇപ്പോൾ CPM നേതാക്കൾ നെട്ടോട്ടമോടുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ വിവരം, കേന്ദ്ര ഗവൺമെന്റ് തന്നെ CBI അന്വേഷണം കൊണ്ടുവരാൻ ഹർജി ഫയൽ ചെയ്യാൻ പോണു. ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് സംതൃപ്തിയില്ല, എൻഫോഴ്സ്മെന്റ് ആക്രമിച്ചു എന്ന് പറയുന്നത് പോലീസിന്റെ പോലീസ് കൂടി അവിടെ സംരക്ഷണം തരാതെയാണ് എന്ന് കേരള പോലീസിൽ വിശ്വാസമില്ല. അവിടെ പങ്കെടുത്ത എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രസംഗിച്ചുള്ള കാര്യമാണ്. പത്രസമ്മേളനം നടത്തിയതും അതേപോലെ പിണറായി വിജയൻ തന്നെ നേരിട്ട് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ കൂടെ, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ്, ആക്രമണം നടത്തിയത് ശരിയാണ്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായ ആക്രമണം നടത്തിക്കോ എന്നാണ് പിണറായി വിജയൻ ഇന്നലെ ആഹ്വാനം നടത്തിയത്. അപ്പോൾ എന്തായാലും അതിൽ സംസ്ഥാന CPM സെക്രട്ടറിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. CPM സെക്രട്ടറിയെ അടക്കം പ്രതിയാക്കിക്കൊണ്ട് കൃത്യമായി ഇപ്പോൾ കേന്ദ്രസേന CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഹർജി കൊടുക്കും. അത് അനുവദിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോകും. പിന്നെ പുറം ലോകം ഇവർ കാണില്ല. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ള റെയ്ഡും അവരെ പൊക്കിക്കൊണ്ടുപോയിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നമുക്കറിയാം CPM-ന്റെ സാധാരണ പ്രവർത്തകർ, അവർക്ക് പിണറായി വിജയൻ എപ്പോഴും ദൈവമായി കരുതുന്ന പിണറായി വിജയനാണ് ശരിയെന്ന് കരുതുന്ന കുറേ CPM പ്രവർത്തകരുണ്ട്. അല്ലെങ്കിൽ CPM-ന്റെ കൊട്ടേഷൻ ടീമിൽപ്പെട്ട ആളുകൾ ഉണ്ട് എപ്പോഴും. അവരെ ധാരണ പിണറായി വിജയനെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ പിണറായി വിജയനെ സംരക്ഷിക്കാൻ കഴിവില്ലാതെയായിട്ട് ഏതാനും ദിവസമായി മാത്രമല്ല കേന്ദ്രവും കൈവിട്ടതോടെ ഇനി പിണറായി വിജയന് കൈ പൊക്കാനോ കാല് പൊക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വന്തം മകളെ തന്നെ അറസ്റ്റ് ചെയ്തു പോകുന്ന രംഗം ഇനി അധിക ദിവസം താമസിയാതെ കാണേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൾ ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്നു, എൻഫോഴ്സ്മെന്റ് കേസിൽ പ്രതിയായിരിക്കുന്നു. ഇനിയിപ്പം പിണറായി വിജയനും കൂടെ പ്രതിയാവാനുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഇനി കേന്ദ്രം ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടിയാണ് പിണറായി വിജയന്റെ സ്വർണ്ണക്കള്ളക്കടത്തിലെ കേസ്. നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിലെ കേസിൽ പിണറായി വിജയനെ പ്രതിയാക്കും. അതേപോലെ ഡോളർ കടത്തിയ കേസിൽ പ്രതിയാക്കും. സ്വപ്നയുടെ മൊഴി കൃത്യമായി 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരമുണ്ട്. പിന്നെ
ലൈഫ് മിഷൻ തട്ടിപ്പിൽ കൃത്യമായിട്ട് പിണറായി വിജയനാണ് അങ്ങനെ റൈക്കസൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും കൃത്യമായി യൂണിടെക് എന്ന കമ്പനിയിലേക്ക് പണം വരുത്താനുള്ള ഓർഡർ ഇട്ടത്. അതായത് അങ്ങനെ അത് നിയമവിരുദ്ധമാണ്, FCRA ലംഘനമാണ്. അപ്പോൾ പിണറായി വിജയൻ മൂന്നാമത്തെ അതിലും പ്രതിയാകും. കൂടാതെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ AI ക്യാമറ വിവാദത്തിൽ പിണറായി വിജയനും അതേപോലെ മകൻ്റെ അമ്മായിപ്പനും പ്രതിയാകും. ഇത് കൂടാതെ ഇപ്പോൾ നടക്കുന്ന കേസുകളിൽ പിണറായി വിജയൻ വാങ്ങിയ പണത്തിൻ്റെ കൃത്യമായ കണക്ക് ഏകദേശം 5000 കോടി രൂപയാണ് പിണറായി വിജയൻ വാങ്ങിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതെല്ലാം കൂടി കൂട്ടിക്കഴിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രതിരോധം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇനി കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടില്ല, കേരളത്തിൻ്റെ സപ്പോർട്ടില്ല. ഇനി നിസ്സഹായനായ പിണറായി വിജയനാണ് കാണാൻ പോകുന്നത്. ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ എന്താ, തന്നെ അറസ്റ്റ് ചെയ്തതിൽ കേരളത്തിലും ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും ഭയങ്കര പ്രക്ഷോഭം വരാൻ പോവുകയാണെന്ന്. ഒരു മണ്ണാങ്കട്ടി ഒരു കുട്ടിച്ചാത്തനം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പിണറായി വിജയനോട് വന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞിട്ടില്ല. മാത്രം അദ്ദേഹം കുറ്റം പറഞ്ഞത് ഇന്നലെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ അല്ല കുറ്റം പറഞ്ഞത്, രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ യാതൊരു സഹായവും ഇനി പിണറായി വിജയന് കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. ഇപ്പോഴും പിണറായി വിജയൻ വിചാരിക്കുന്നത് അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും സഹായിക്കുമെന്നാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഒരു വിഴുപ്പ് ഭാണ്ഡം മാത്രമാണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രസേന വന്നാൽ ഇമ്മീഡിയറ്റ് ഓപ്പറേഷനിലൂടെ ചിലപ്പോൾ പിണറായി വിജയനെ തന്നെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിൽ കൊണ്ടുപോയാൽ ഒരാളും അനങ്ങാൻ പോകുന്നില്ല. 2-3 ദിവസം ചില പ്രതിഷേധമൊക്കെ ഉണ്ടാവും. 3 ദിവസം ഡൽഹിയിൽ എവിടെയെങ്കിലും കിടക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. വയസ്സായതുകൊണ്ട് ചിലപ്പം പിണറായി വിജയനെ വിട്ടേക്കാം. പക്ഷെ മകളെയും അതേപോലെ ഗോവിന്ദനെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.